ഏറ്റുമാനൂർ നഗരസഭയിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് ഏറ്റുമാനൂർ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ ഡിസംബർ 27 ശനിയാഴ്ച രാവിലെ 10-ന് ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ നടത്തുന്ന വികസന സെമിനാറിൽ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂരിന്റെ വികസന സ്വപ്നങ്ങൾ പങ്കുവച്ചുകൊണ്ട് നഗരവികസനത്തിന് ഉചിതമായ രൂപരേഖ തയ്യാറാക്കത്തക്ക വിധത്തിലാണ് സെമിനാർ. മാലിന്യ സംസ്കരണം, ഗ്രാമീണ പാതകളുടെ നവീകരണം, പുതിയ പാതകൾ, കുടിവെള്ള പദ്ധതികൾ, ഗതാഗത കുരുക്ക് നിവാരണം, പൊതുശുചിമുറികൾ, ബാലകമിത്ര, വയോമിത്ര പാർക്കുകൾ, വിശാലമായ കളിസ്ഥലങ്ങൾ, ഓപ്പൺ ജിംനേഷ്യങ്ങൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ, ഓപ്പൺ സ്റ്റേഡിയങ്ങൾ, ആറ്റുതീര പാർക്കുകൾ, തൊഴിലവസരങ്ങളുടെ വർധനവ്, തെരുവുനായ ഉന്മൂലനം, രാസലഹരി വിമുക്തി തുടങ്ങി അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അധിഷ്ഠിതമായ മാർഗനിർദ്ദേശങ്ങൾ സെമിനാറിൽ അവതരിപ്പിക്കും. പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 6222419299 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണം. സേവാസമിതി ഭാരവാഹികളായ ഗണേഷ് ഏറ്റുമാനൂർ, ജി ജഗദീഷ് സ്വാമി ആശാൻ, സിറിൽ ജി നരിക്കുഴി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിസംബർ മാസം 27-ാം തീയതി ശനിയാഴ്ച ഏറ്റുമാനൂർ പ്രസ് ക്ലബ് ഹാളിൽ വെച്ച് ഏറ്റുമാനൂർ നഗരസഭയിലേക്ക് പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന കൗൺസിലർമാരെ അവർക്കൊരു സ്വീകരണം ഏർപ്പെടുത്തിയിരിക്കും. അതോടനുബന്ധിച്ച് ഏറ്റുമാനൂർ നഗരസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വികസന സെമിനാർ കൂടി ഈ അവസരത്തിൽ നടത്തുകയാണ്. ഏറ്റുമാനൂരിൽ നാം നേടിയെടുക്കേണ്ട വികസനങ്ങളുടെ സ്വപ്ന പദ്ധതികൾ അത് കൗൺസിലർമാരുമായിട്ട് പങ്കുവെക്കാനും അത് പൊതുജനമധ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി എന്ന നിലയിലാണ് ഏറ്റുമാനൂർ സേവാ സമിതി ഈ സമ്മേളനവുമായി മുന്നോട്ട് പോകുന്നു. ഏറ്റുമാനൂർ നഗരസഭാ കൗൺസിലർമാരുടെ മനസ്സിലിരിക്കുന്ന രൂപരേഖയും അതുപോലെ തന്നെ വികസന സമിതിയുടെ ആശയങ്ങളും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെമിനാറാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റുമാനൂർ നിരവധി കാര്യങ്ങൾ നമുക്കറിയാം. വയോജന പാർക്കില്ല, കളിസ്ഥലങ്ങളില്ല, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളില്ല. അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ഏറ്റുമാനൂർ നഗരസഭയ്ക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൗൺസിലർമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും നമുക്ക് മുൻഗണനാക്രമത്തിൽ അവർക്ക് വേണ്ടതൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കാനും നമുക്കൊരു നല്ല രൂപരേഖ അതിനുവേണ്ടി ഉണ്ടാക്കിയെടുക്കാനും എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സേവാ സമിതി ഇത്തരത്തിലുള്ള പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതെന്ന് അറിയിക്കും. i4u ന്യൂസ്, ഏറ്റുമാനൂർ.